ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ആദർശ്. മക്കളെ, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് എല്ലാ കുട്ടികൾക്കും വളരെ ഈസി ആയിട്ട് 10-12 മിനിറ്റ് കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചാപ്റ്ററാണ് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് അഥവാ സാധ്യതകളുടെ ഗണിതം. ഈ ഒരു ചാപ്റ്ററിലെ 4 ടൈപ്പ് ക്വസ്റ്റ്യൻസ്, പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കാറുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുഴുവനായിട്ടും പഠിക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് കൃത്യമായിട്ട് നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് ഒരു പേപ്പറും പെന്നും എടുത്തിട്ട് ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കുക. എ ബോക്സ് കണ്ടെയ്ൻസ് സം ഗ്രീൻ ബോൾസ് ആൻഡ് ബ്ലൂ ബോൾസ്, 7 റെഡ് ബോൾസ് ആർ പുട്ട് ഇൻടു ഇറ്റ്. അതായത് ഒരു ബോക്സിനകത്ത് കുറച്ച് ഗ്രീൻ ബോൾസ് ഉണ്ട്, കുറച്ച് ബ്ലൂ ബോൾസ് ഉണ്ട്, അതിനകത്തേക്ക് 7 റെഡ് കൂടെ ഇട്ടു. അപ്പോൾ റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി, ഒരു റെഡ് ബോൾ കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് നിങ്ങളോട് പറയാണ് 7/24. ഇവിടെ നോക്കുക, ഇവിടെ മുകളിലുള്ള നമ്പർ 7 ശരിയല്ലേ? 7 മുകളിലുള്ള നമ്പർ, താഴെയുള്ളത് 24. ഈ 7 എന്ന് പറയുന്നതല്ലേ റെഡ് ബോളിന്റെ എണ്ണം ആണ്. ഈ മുകളിലുള്ള നമ്പർ 7, അതാണ് റെഡ് ബോളിന്റെ എണ്ണം. അങ്ങനെയാണെങ്കിൽ മക്കൾ മനസ്സിലാക്കിക്കോ, താഴെ വരുന്നതാണ് ആകെയുള്ള ബോളുകളുടെ എണ്ണം. സോ എത്ര ബോൾ ഉണ്ട്? 24 ബോൾ. സിമ്പിളായിട്ട് ആദ്യത്തെ ചോദ്യത്തിന്റെ ആൻസർ കിട്ടി. ഇനി ഇതിനകത്തുനിന്നൊരു നീലപ്പന്ത് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് 1/3. അപ്പോൾ നീലപ്പന്തിന്റെ എണ്ണം കിട്ടാൻ ഈ 24നെ സാധ്യത കൊണ്ട് ഗുണിച്ചാൽ മതി. സിമ്പിൾ. 1/3. 24 × 1 24, അതിനെ 3 കൊണ്ട് ഹരിച്ചാൽ 8. സിമ്പിൾ. അടുത്തത് ശ്രദ്ധിക്കണേ, ഇതിനകത്ത് 8 നീല ബോളാണെന്ന് കിട്ടി. ആകെ എത്ര ബോളാണുള്ളത്? 24. സോ എത്ര ഗ്രീൻ ബോൾ ഉണ്ടാകും? 7ഉം 8ഉം 15. 15നോട് 9 കൂട്ടിയാലല്ലേ ആണ്. അപ്പോൾ 9 ഗ്രീൻ ബോളിന്റെ എണ്ണം. സോ എത്ര ഗ്രീൻ ബോൾ കിട്ടാനുള്ള സാധ്യത, പച്ച പന്ത് കിട്ടാനുള്ള സാധ്യത 9/24. ഇതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. സിമ്പിൾ അല്ലേ? ബോക്സിൽ ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു ബോക്സിൽ 6 കറുത്ത ബോളും 4 വെളുത്ത ബോളുമാണുള്ളതെങ്കിൽ കറുത്ത ബോൾ കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് 6 എണ്ണമാണ് കറുത്തതുള്ളത്. ടോട്ടൽ 10. സോ 6/10. ഇതാണ് ലോജിക്ക്. ഓക്കെ ആണേ. നെക്സ്റ്റ്, ഇനി ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ ഒരു പാരലോഗ്രാമിന്റെ 2 സൈഡിന്റെ, ഒരു സൈഡിന്റെ 2 എഡ്ജുകളും മറ്റേ സൈഡിലെ ഒരു പോയിന്റും കൂടെ യോജിപ്പിച്ചിട്ട് നമ്മളൊരു ത്രികോണം വരച്ചിട്ടുണ്ട്. അപ്പോൾ പാരലോഗ്രാമിന്റെ ഏരിയ നിങ്ങൾക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 50 സെന്റിമീറ്റർ സ്ക്വയർ അല്ലേ? 50 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ അത് 50 സെന്റിമീറ്റർ ആണെങ്കിൽ ത്രികോണത്തിന്റെ പരപ്പളവ് എത്രയാണ്? മക്കൾ മനസ്സിലാക്കുക, പാരലോഗ്രാമിന്റെ ഏരിയ എന്ന് പറയുന്നത് BH ആണ്. അത് 50 ആണെങ്കിൽ ത്രികോണത്തിന്റെ ഏരിയ നിങ്ങൾക്കറിയാം ½ BH ആണ് അല്ലേ? ½ BH അത്രയാ? 50ന്റെ പകുതി 25. ശരിയല്ലടാ? 25 സെന്റിമീറ്റർ സ്ക്വയർ. സംശയമല്ലോ? 50 സെന്റിമീറ്റർ സ്ക്വയർ ആണ് പാരലോഗ്രാമിന്റെ ഏരിയ എങ്കിൽ അതിന്റെ പകുതി 25. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് എ ഡോട്ട് പുട്ട് ഇറ്റ് വിത്തൗട്ട് ലുക്കിംഗ് ഇറ്റ് ഇറ്റ് അല്ലെ ബി ഇൻ ദ ട്രയാങ്കിൾ. അത് ട്രയാങ്കിളിനകത്ത് വീഴാനുള്ള സാധ്യത. ഇത് കണ്ണും പൂട്ടി നിങ്ങൾ കുത്തിട്ടാൽ ട്രയാങ്കിളിൽ വീഴാനുള്ള സാധ്യത വളരെ സിമ്പിളാണ്. ട്രയാങ്കിളിന്റെ ഏരിയ എത്രയാ? 25. ഇതിന്റെ ഏരിയ 50. 25/50 ചെറുതാക്കിയാൽ 1/2. ഓക്കെ, 1/2. വളരെ സിമ്പിളായിട്ട് ആ ചോദ്യത്തിൻ്റെ ആൻസർ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇനി ഇങ്ങനെ ഒരു സാധനമാണ് തരുന്നതെങ്കിൽ, ഇങ്ങനെ ഒരു ചിത്രമാണ് തരുന്നതെങ്കിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള ട്രിക്ക് ഇത്രയേ ഉള്ളൂ. കുത്ത് മഞ്ഞയിൽ വരാനുള്ള സാധ്യത ചോദിച്ചാൽ മഞ്ഞയ്ക്കുള്ളിൽ ഒരേപോലത്തെ എത്ര ട്രയാങ്കിൾ ഉണ്ട്? ആകെ 8 എണ്ണം അല്ലേ? 1 2 3 4 5 6 7 8. അപ്പോൾ മഞ്ഞേൻ്റെ ഉള്ളിൽ വരാനുള്ള സാധ്യത, യെല്ലോൻ്റെ ഉള്ളിൽ കുത്ത് വീഴാനുള്ള സാധ്യത എന്ന് പറയുന്നത്, യെല്ലോൻ്റെ ഉള്ളിൽ എത്ര ട്രയാങ്കിൾ ഉണ്ട്? 4 എണ്ണം. സോ ആൻസർ എന്ന് പറയുന്നത് 4 ആകെ 8 എണ്ണം, 4/8. ചെറുതാക്കി കഴിഞ്ഞാൽ 4/8 എന്ന് പറയുന്നത് 1/2. ഓക്കെ അല്ലേ? 1/2. നെക്സ്റ്റ് ശ്രദ്ധിക്കുക, 2 ബോക്സ് ഉണ്ട്. ഓക്കെ, 2 ബോക്സ്. ആദ്യത്തെ ബോക്സിൽ 6 റെഡും 5 വൈറ്റും, അതുപോലെ ഇപ്പുറത്തോ 8 റെഡും അതുപോലെ 4 വൈറ്റും. അങ്ങനെയാണെങ്കിൽ മക്കളെ എല്ലാവരും ശ്രദ്ധിച്ചോ, 6ഉം 5ഉം 11 ബോളാണ് ഇവിടെ ടോട്ടൽ ഉള്ളത്. ശരിയല്ലേ? ഇവിടെയോ 12 ബോൾ. സംശയമില്ലല്ലോ? അങ്ങനെയാണെങ്കിൽ ആകെ എത്ര ജോഡികൾ, എത്ര പെയറുകൾ സാധ്യമാണ് എന്ന് ചോദിച്ചാൽ നമ്പർ ഓഫ്
പോസിബിൾ പെയേഴ്സ് ചോദിച്ചാൽ നോക്കുക, ആദ്യത്തെ ബോക്സിൽ 11, രണ്ടാമത്തേതിൽ 12. സോ 11 × 12 ചെയ്ത് കഴിഞ്ഞാൽ 132 ആൻസർ. സിമ്പിൾ അത്രയും മനസ്സിലാക്കിയാൽ മതി. ഇനി വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ബോത്ത് ബീഡ്സ് ബീങ് റെഡ്? രണ്ടും ചുവന്നതാകാനുള്ള സാധ്യത പി ഓഫ് ബോത്ത് റെഡ്, രണ്ടും ചുവന്നതാവാനുള്ള സാധ്യത എന്ന് പറയുന്നത് സിമ്പിളാ. നോക്കിക്കോ, ഇവിടെ എത്ര ഉള്ളത്? 6, ഇവിടെ 8. സോ 6 × 8 അത്രയും ജോഡികളാണ് ഉണ്ടാവുക. 6 × 8 ഹരിക്കണം ആകെ ടോട്ടൽ എത്ര ഉള്ളത്? 132. അതായത് 48/132. സംശയമില്ലല്ലോ. ഓക്കെ, സാധാരണ ഉള്ള ഒരു എനർജിയിലായിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾ എന്നെ കാണുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇപ്പോൾ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഒരു രാത്രി, അതാണ് നമ്മളെ 9ാം ക്ലാസ്സിൻ്റെ ഒരു ലൈവൊക്കെ കഴിഞ്ഞ് നല്ലൊരു സമയത്താണ്. ഇപ്പോൾ 11 മണി കഴിഞ്ഞിട്ടുണ്ട്. സോ അത്രയും ലേറ്റ് ആയിട്ടുള്ളൊരു സമയത്ത് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു മാർക്ക് പോലും നഷ്ടപ്പെടരുത് എന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്നത്തെ റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ മെഗാ മാരത്തോൺ 7 മണിക്കാണ്. സോ നിങ്ങളെല്ലാവരും കൃത്യസമയത്ത് തന്നെ 7 മണിയാകുമ്പോൾ തന്നെ നമ്മുടെ ചാനലിലേക്ക് വരിക, ലൈവ് അറ്റൻഡ് ചെയ്യുക. ഗംഭീരമായിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് പി ഓഫ് ചോദിച്ചിട്ടുള്ള എന്താ? രണ്ടും ചുവന്നതാവുന്ന പോലെ രണ്ടും വെള്ളയാവാനുള്ള സാധ്യത. പി ഓഫ് ബോത്ത് വൈറ്റ്, രണ്ടും വെളുത്തതാവാനുള്ള സാധ്യത. വെളുത്ത എത്രയാണുള്ള? ഇവിടെ 5, ഇവിടെ 4. 5 × 4 ഡിവൈഡ് ബൈ 132, അതായത് 20/132. സിമ്പിൾ ആൻസർ കിട്ടി. ഇനി ഒന്ന് വൈറ്റും ഒന്ന് റെഡും ആവാനുള്ള സാധ്യത ചോദിക്കുന്നതാണ്. ഒന്ന് ചുവപ്പും ഒന്ന് വെള്ളയും. എങ്ങനെയാ കാണുക? സിമ്പിൾ ടെക്നിക്ക് ഉണ്ട്. നോക്കിക്കോ, ഇവിടെ 6 റെഡ് 4 വൈറ്റ്, 6 × 4 പ്ലസ് ഒന്ന് ഇവിടെ 8, ഇവിടെ 5, 8 × 5 ക്രോസ് ആയിട്ട് ഗുണിക്കാം. ഓക്കെ, ഒന്ന് വെള്ള ഒന്ന് ചുവപ്പ്. അപ്പോൾ ഇവിടെ ചുവപ്പ് ഇവിടെ വെള്ള, അല്ലെങ്കിൽ ഇവിടെ വെള്ള ഇവിടെ ചുവപ്പ്. അപ്പോൾ 5 × 8 40, 5 × 8 40 ഡിവൈഡഡ് ബൈ 132. 6 4 24, ശരിയല്ലേ? 24 പ്ലസ് 5 8 40 ഡിവൈഡഡ് ബൈ 132, ശരിയല്ലേ? ആൻസർ 64/132 കിട്ടും. 64/132 എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. അതിലൊരു ഡൗട്ടും ഇല്ലല്ലോ. എത്രയാണ്? 64/132. ഓക്കെ ആണ്, 64/132. ഇനി ഒറ്റൊരു കാര്യം കൂടെ പഠിച്ചാൽ മതി, ഒറ്റ കാര്യം കൂടി. പി ഓഫ് അറ്റ്ലീസ്റ്റ് 1 റെഡ്, അതായത് ഒന്നെങ്കിലും ചുവന്നതാവാനുള്ള സാധ്യത. ആകെ എത്ര ജോഡികളാണുള്ളത്? 132 ജോഡികളാണ്. ശരിയല്ലേ? ആകെ ജോഡികളുടെ എണ്ണം എന്ന് പറയുന്നത് 132 അപ്പോൾ ഒന്നെങ്കിലും റെഡ് ആവുക എന്ന് പറയുമ്പോൾ രണ്ടും വെള്ളയായിട്ടുള്ള ജോഡികളെല്ലാം ഒഴിവാക്കണം. ഒന്നെങ്കിലും ചുവപ്പ് എന്ന് പറയുമ്പോൾ രണ്ടും വെള്ളയായിട്ടുള്ളത് ഒഴിവാക്കുക. രണ്ടും വെള്ളയായിട്ടുള്ള എത്ര എണ്ണം ഉണ്ട്? 5 × 4 20, ശരിയല്ലേ? 5 × 4 20 എണ്ണം. ഓക്കെ, 20 ഡിവൈഡഡ് ബൈ 132, അതായത് 112/132 എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളോടുള്ള ചോദ്യം, പി ഓഫ് അറ്റ്ലീസ്റ്റ് 1 വൈറ്റ്, ഒന്നെങ്കിലും വെളുത്തതാവാനുള്ള സാധ്യത എത്രയാണെന്ന് മക്കളെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഒന്നെങ്കിലും 2 ബോക്സിൽ നിന്നും ഓരോ ബോൾ വീതം എടുക്കുമ്പോൾ ഒന്നെങ്കിലും ചുവന്നതാവാനുള്ള സാധ്യത നമ്മൾ കണ്ടു. ഇതേപോലെ ഒന്നെങ്കിലും വെളുത്തതാവാനുള്ള സാധ്യത കമൻ്റായിട്ട് പോസ്റ്റ് ചെയ്യുക. അതോടൊപ്പം ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.